ഒമർ അബ്ദുള്ള, അസസുദ്ദീൻ ഒവൈസി, ശശി തരൂർ എന്നിവരെ നന്ദിയോടെ ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ ജിതിൻ ജേക്കബ്. രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടുന്ന ഈ ഘട്ടത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഈ മൂന്ന് പേരെയും രാജ്യം നന്ദിയോടെ ഓർക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് ജിതിൻ ജേക്കബ്. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയ്ക്ക് വേണമെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാമായിരുന്നു. കാശ്മീരിലെ സുരക്ഷ കേന്ദ്ര സർക്കാരിന്റേതായിരുന്നു എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി കൈ കഴുകാമായിരുന്നു. അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമായിരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്തത് കാശ്മീരിൽ വന്ന സന്ദർശകർക്ക് തന്റെ അതിഥികളാണ്, അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടതും അവർ സുരക്ഷിതരായി മടങ്ങിപ്പോകുന്നു എന്ന് ഉറപ്പാക്കേണ്ടതും തന്റെ ഉത്തരവാദിത്തമായിരുന്നു എന്ന് പറഞ്ഞ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തോട് മാപ്പ് പറയുകയായിരുന്നു. കേന്ദ്ര സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആണ് ഈ വിഷമഘട്ടത്തിലും അദ്ദേഹം ശ്രമിച്ചത്. രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കാതെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അസസുദ്ദീൻ ഒവൈസിയെ കുറിച്ച് പറഞ്ഞാൽ ഹൈദരാബാദ് എംപിയും AIMIM പാർട്ടിയുടെ നേതാവുമായ അസസുദ്ദീൻ ഒവൈസിയെ തീവ്ര ഇസ്ലാമിക നേതാവായാണ് ഇത്രയും കാലം കണ്ടിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത വിമർശകൻ കൂടിയ അദ്ദേഹം വഖഫ് ബിൽ വിഷയത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ സംസാരിച്ചിരുന്നു. പക്ഷേ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ ശേഷം രാജ്യത്തുണ്ടാകാമായിരുന്ന വർഗീയ ചേരിതിരിവും സ്പർദ്ധയും ഇല്ലാതാക്കാൻ ഒവൈസി നടത്തിയ പ്രവർത്തനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. പാകിസ്ഥാന് കിട്ടിയ ആദ്യ തിരിച്ചടികളിൽ ഒന്നായിരുന്നു അത്. ഹൈദരാബാദിൽ മാത്രം സ്വാധീനമുള്ള നേതാവല്ല ഒവൈസി. മഹാരാഷ്ട്രയിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ മുസ്ലിം സമുദായങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് സൂത്രധാരന്മാരായ പാകിസ്ഥാനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നടത്തിയത് ഒവൈസി തന്നെയാണ്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാക്കൾ ഭീഷണി ഉയർത്തിയ ഓരോന്നിനും കുറിക്കുകൊള്ളുന്ന രീതിയിലാണ് മറുപടി പറഞ്ഞ് ഒവൈസി രാജ്യത്തിന്റെ കയ്യടി നേടിയത്. നിരപരാധികളെ മതത്തിന്റെ പേരിൽ ഭീകരാക്രമണം നടത്തി വധിക്കുന്ന ഭീകരരെയും പാകിസ്ഥാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളോടാണ് അദ്ദേഹം ഉപമിച്ചത്. ഇന്നിപ്പോൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തുന്ന സൈനിക നടപടികൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നതും ഒവൈസിയാണ്. അതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു നീക്കമാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതെ, നമ്മുടെ തരൂർ തന്നെ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ലോകവേദികളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ ഇത്രയും തുറന്നു കാണിച്ച ഒരു വ്യക്തി വേറെയില്ല. ഇന്ത്യയുടെ നിലപാടുകളും പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നൽകുന്ന സഹായങ്ങളും പാകിസ്ഥാന്റെ പിന്തുണയോടെ ഇന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഭീകരാക്രമണങ്ങളും എല്ലാം തെളിവ് സഹിതം തരൂർ തുറന്നു കാട്ടി. കടുത്ത പാകിസ്ഥാൻ അനുകൂല മാധ്യമങ്ങൾ പോലും ശശി തരൂർ നൽകുന്ന മറുപടികൾക്ക് മുന്നിൽ നിശബ്ദരായി പോകുന്ന കാഴ്ച നാം കണ്ടു. ഇന്നിപ്പോൾ ഇന്ത്യ നടത്തുന്ന ഭീകരവേട്ടയ്ക്ക് അനുകൂലമായ വികാരം ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശശി തരൂർ നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചേ മതിയാകൂ. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഈ മൂന്ന് പേരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരാണ്. പക്ഷേ രാജ്യം പ്രതിസന്ധിയിലാണെന്ന് കണ്ടപ്പോൾ രാഷ്ട്രീയം മറന്ന് രാജ്യത്തിന് വേണ്ടി പോരാടാൻ അവർ മുന്നിട്ടിറങ്ങി എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ഇവർ നൽകുന്ന ആത്മാർത്ഥമായ പിന്തുണ കാണുമ്പോൾ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും തോറ്റു തുന്നം പാടിയ ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയിൽ ജനാധിപത്യമില്ല, അമേരിക്കയും യൂറോപ്പും ഇടപെടണം എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരമുണ്ടോ? രാജ്യം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പൊരുതേണ്ട ആളെ എങ്ങും കാണാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ്. രാജ്യ താല്പര്യങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളും വ്യക്തി താല്പര്യങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് തെളിയിക്കുകയാണ് ഒമർ അബ്ദുള്ളയും അസസുദ്ദീൻ ഒവൈസിയും ശശി തരൂരും. ഈ മൂന്ന് പേർക്കും ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ജിതിൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.